ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ക്രെഡിറ്റ് പേ ക്രെഡിറ്റ് കാർഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള റെഫറൽ പ്രോഗ്രാമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഈ ഒരു കാർഡിലൂടെ റെഫർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലപോലെ ഇൻകം ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓൾ യു ഹാവ് ടു ഡു വെറും 5 മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കളൊന്ന് റെഫർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഈ ഒരു കാർഡിൻ്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ക്രെഡിറ്റ് സ്കോറോ ക്രെഡിറ്റ് ഹിസ്റ്ററിയോ ഇല്ലാത്ത ആളുകൾക്ക് വെറും 2000 രൂപ മാത്രം ഫിക്സഡ് ഡെപ്പോസിറ്റ് നൽകി എടുക്കാൻ പറ്റുന്ന ഒരു കാർഡ് കൂടെയാണ് ഈ ഒരു ക്രെഡിറ്റ് പേ SBM കാർഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വളരെ ക്വിക്കായിട്ടൊന്ന് കാണാം. മാത്രമല്ല ഈ ഒരു കാർഡിൽ ഇനി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻവൈറ്റ് കിട്ടുന്ന ഒരു ലിങ്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ചെറിയ ബോണസൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ഒരു കാർഡിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഈ ഒരു റെഫറൽ പ്രോഗ്രാമിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും വളരെ ക്വിക്കായിട്ട് കാണാം. കാർഡിൻ്റെ നല്ലൊരു ഇമേജ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. 2% നമുക്ക് UPI സ്പെൻസിന് ക്യാഷ് ബാക്ക് തരുന്ന ഒരു കാർഡാണ്. അതുപോലെ തന്നെ ഓഫ്ലൈൻ സ്പെൻസിന് 3% ആണ് നമുക്ക് റിവാർഡ്സ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നല്ല രീതിയിൽ റിവാർഡ്സ് തരുന്ന ഒരു കിടിലൻ കാർഡാണ് ഇത്. മാത്രമല്ല ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് ഈ ഒരു കാർഡ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിടുന്ന FD എമൗണ്ട് എത്രയാണോ അതിൻ്റെ ഒരു 90% ആയിരിക്കും ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ 2000 റുപ്പീസാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു വിർച്വൽ കാർഡ് മാത്രമാണ് കിട്ടുക. ഇതിൻ്റെ ഫിസിക്കൽ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ 5000 റുപ്പീസ് ആയിരിക്കണം ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ക്യാഷ് ബാക്ക് വൗച്ചേഴ്സ് ആയിട്ട് റെഡീം ചെയ്യാനായിട്ട് പറ്റും. 24% വരെ ഈ കാണുന്ന പ്ലാറ്റ്ഫോംസിലെല്ലാം നമുക്ക് ഓഫ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മിൻട്ര, മേക്ക് ട്രിപ്പ്, ഹോട്ട്സ്റ്റാറിലെല്ലാം 12% ഓഫ് കിട്ടുന്നുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ടിലെല്ലാം 6% വരെയും വൗച്ചർ വാങ്ങുന്ന സമയത്ത് ഈ ഒരു ക്യാഷ് ബാക്ക് വഴി നമുക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാർഡ് തന്നെയാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ കാണാനായിട്ട് പറ്റും റെഫറാൻഡ് ആണെന്ന് കാണാം. ഇതിലൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കിവിടെ കാണാനായിട്ട് വരും ഞാൻ ഏകദേശം 2250 റുപ്പീസ് എൻ്റെ ഫ്രണ്ട്സിന് റെഫർ ചെയ്തുകൊണ്ട് ഞാനിതിലൂടെ ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ SBM ക്രെഡിറ്റ് പേ കാർഡ് റെഫർ ചെയ്യുകയാണെങ്കിൽ 150 റുപ്പീസ് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആകെ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്പിൽ ചെന്നുകൊണ്ട് ഈ ഒരു കോപ്പി ഇൻവൈറ്റ് ലിങ്ക് എന്ന് കാണാം, ഇതൊന്ന് കോപ്പി ചെയ്യുക. ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് യൂട്യൂബ് വഴിയോ ടെലഗ്രാം വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് വഴിയോ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു 150 റുപ്പീസ് കിട്ടുന്നതാണ്. അവിടെയും തീർന്നില്ല. അപ്പോൾ നിങ്ങൾ റെഫർ ചെയ്തിട്ടുള്ള സുഹൃത്തുക്കൾ മറ്റൊരാളെ റെഫർ ചെയ്യുകയാണെങ്കിൽ അവർ ഏൺ ചെയ്യുന്ന ആ ഒരു റെഫറൽ ഇൻകത്തിൻ്റെ 25% നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നതാണ്. ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ റിവാർഡ്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ കാണാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇത് ആമസോൺ പേ വൗച്ചർ ആയിട്ടാണ് റെഡീം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പല രീതിയിലും റെഡീം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ 2250 റുപ്പീസ് ആമസോൺ പേ വൗച്ചർ ആയിട്ടാണ് റെഡീം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ഇൻസ്റ്റൻ്റ്ലി ആപ്പിലൂടെ തന്നെ റെഡീം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് കാർഡ് വഴി നല്ലപോലെ റിവാർഡ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം റെഫർ ചെയ്തുകൊണ്ട് നല്ലപോലെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇനി എങ്ങനെയാണ് ആ ഒരു റെഫറൽ സൈക്കിൾ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് വളരെ ക്വിക്കായിട്ടൊന്ന് കാണാം. റെഫറൽ ചെയിനിൽ ഇങ്ങനെയാണ് ഇൻകം വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങളൊരാളെ റെഫർ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ 150 രൂപ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതിന് നിങ്ങൾ ആരെയാണോ റെഫർ ചെയ്തിട്ടുള്ളത് അവരൊരു യെസ് ബാങ്കിൻ്റെ ഏസ് കാർഡ് മറ്റൊരാൾക്ക് റെഫർ ചെയ്തുകൊണ്ട് അവർ എടുക്കുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് വീണ്ടും 150 റുപ്പീസ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇനി അവർ റെഫർ ചെയ്തിട്ടുള്ള ആൾ മറ്റൊരാളെ റെഫർ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് 37.5 റുപ്പീസ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഈ ഒരു റെഫറൽ ചെയിൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരൊറ്റ റെഫറിലൂടെ തന്നെ ഒരുപാട് ഏൺ കിട്ടുന്നതാണ്. അപ്പോൾ അതാണ് ഈ ഒരു റെഫറൽ സൈക്കിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. പിന്നെ നമുക്കിതിൻ്റെ ഈ ഒരു പേ പ്ലസ് ക്ലബിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രെഡിറ്റ് പേ പ്ലാറ്റ്ഫോമിലാണ് നമുക്കിത് അവൈൽ ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ ആമസോൺ പേ വൗച്ചേഴ്സ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് റെഡീം ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റിവാർഡ്സ് കിട്ടുന്നതിനായിട്ട് നിങ്ങൾ കുറേ വെയിറ്റ് ചെയ്യുന്നു വേണ്ട, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങളിത് റെഡീം ചെയ്യാനായിട്ട് പറ്റും. SBM ക്രെഡിറ്റ് പേ കാർഡാണ് നിങ്ങൾ റെഫർ ചെയ്യുന്നതെങ്കിൽ 150 റുപ്പീസ് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ യെസ് ബാങ്കിൻ്റെ ഏസ് കാർഡാണ് നിങ്ങൾ റെഫർ ചെയ്യുന്നതെങ്കിൽ 150 അല്ല നിങ്ങൾക്ക് 600 റുപ്പീസ് വരെയും ഏൺ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല നിങ്ങൾ റെഫർ ചെയ്യുന്ന ആൾ മറ്റൊരാളെ റെഫർ ചെയ്യുന്നതിലൂടെ അഡീഷണൽ ആയിട്ട് 25% അവരുടെ ഏർണിങ്സിൻ്റെതും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു റെഫറൽ ചെയിനിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സേവിങ്സ് കിട്ടുന്നതാണ്, ഒരുപാട് മണി ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2000 രൂപ FD കൊടുത്ത് ഈ ഒരു കാർഡ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു പേ പ്ലസ് ക്ലബിലോട്ട് വരാൻ നിങ്ങൾ ഒരിക്കലും മടിക്കരുത്. കാരണം ഇതിലൂടെ നിങ്ങൾക്ക് റെഫർ ചെയ്തുകൊണ്ട് ഒരുപാട് മണി ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓൾസോ ഈ ഒരു കാർഡിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. മാത്രമല്ല UPI സ്പെൻസിനുള്ള നല്ലപോലെ റിവാർഡ്സ് തരുന്ന ഒരു കാർഡ് കൂടെയാണിത്. ഇവരുടെ തന്നെ ഏസ് കാർഡും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഏസ് കാർഡ് എടുക്കുന്നതിനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക FD ഒന്നും ഇടേണ്ട കാര്യമില്ല. അത്യാവശ്യം നല്ല ക്രെഡിറ്റ് സ്കോറൊക്കെ ഉള്ള ആളാണെങ്കിൽ ഈ ഒരു ഏസ് കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിലൂടെ നമുക്ക് ഒരുപാട് റിവാർഡ്സ് കിട്ടുന്നുണ്ട്. ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള കാർഡാണ്. മറ്റുള്ള പ്ലാറ്റ്ഫോംസിലൂടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിനൊരു ജോയിൻ ഫീ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ക്രെഡിറ്റ് പേ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇതും ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. മാത്രമല്ല 200 രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് 8 പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. പിന്നെ 1% ഫ്യൂവൽ സർചാർജ് വൈവർ ഉണ്ട്. ഓൾസോ എയർ മൈൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. മാത്രമല്ല ജോയിൻ ബോണസ് ആയിട്ട് 1000 ക്യാഷ് ബാക്ക് പോയിൻറ്റ്സും കിട്ടുന്നതാണ്. സോ ഇതും നമുക്ക് ക്രെഡിറ്റ് പേയുടെ ഒരുപാട് റിവാർഡ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. യെസ് ബാങ്കിൻ്റെ റിവാർഡ്സ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. സോ ഓൾ ആൻഡ് ഓൾ ഫുൾ ഓഫ് റിവാർഡ്സ് തന്നെയാണ്. മാത്രമല്ല ഇനി ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്ത ആളുകളാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് ക്രെഡിറ്റ് പേ SBM ക്രെഡിറ്റ് കാർഡ്. ഇതും വൺ ഓഫ് ദ ബെസ്റ്റ് റിവാർഡിംഗ് ക്രെഡിറ്റ് കാർഡാണ്. FD കൊടുത്തുകൊണ്ടാണ് ഈ കാർഡ് എടുക്കാനായിട്ട് പറ്റുക. ഇതിൽ 2000 രൂപ മാത്രമേ കൊടുക്കാൻ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. എത്ര എമൗണ്ട് നിങ്ങൾക്ക് FD ഇടാം.
ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് 2000 രൂപയാണ് വേണ്ടത്. പിന്നെ ഇതിന് ഇൻകം പ്രൂഫ് വേണ്ട, ക്രെഡിറ്റ് ഹിസ്റ്ററി ഒന്നും വേണ്ട. അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും അപ്രൂവൽ കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് കൂടെയാണ്. മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ക്യാഷ് ബാക്ക് ഈസി ആയിട്ട് റിഡീം ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ കുറേ ക്യാഷ് ബാക്ക് സ്റ്റോർസ് കാണാനായിട്ട് പറ്റും. ആ ഒരു ക്യാഷ് ബാക്ക് സ്റ്റോർസിലൂടെ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് റിഡീം ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2000 രൂപ കൊടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു കാർഡ് എടുക്കാം. അതുപോലെ തന്നെ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കാർഡിന് നിങ്ങൾ കൊടുത്തിട്ടുള്ള 2000 രൂപ നിങ്ങളുടെ സുഹൃത്തുക്കളെ റെഫർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇൻഫാക്ട് സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ ഈ ഒരു കാർഡ് സ്വന്തമാക്കാനായിട്ട് പറ്റും. കാരണം കാർഡ് എടുക്കുക, അതിനുശേഷം നിങ്ങളുടെ സുഹൃത്തുക്കൾ റെഫർ ചെയ്യുക. മാത്രമല്ല അവർ മറ്റുള്ളവരെ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ഈ ഒരു ചെയിനിലൂടെ ഒരുപാട് ഇൻകം ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് പേ SBM ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ഈ ഒരു റെഫറൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. മാത്രമല്ല ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഡീൽസും ഓഫേഴ്സും എല്ലാം നമ്മുടെ ഓഫർ കാർട്ട് എന്ന വാട്സപ്പ്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോംസിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡീറ്റെയിൽ താഴെ തന്നിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.